നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. ഡ്രൈഡേ ആചരണത്തിന്റെ കയ്പമംഗലം നിയോജക മണ്ഡലതല ഉദ്ഘാടനം എടത്തിരുത്തി അയ്യൻപടി കോളനിയിൽ നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു വീണു. കയ്പമംഗലം 12 വിജയഭാരതി സ്കൂളിനടുത്ത് പഴയടത്ത് പറമ്പിൽ വിജയന്റെ വീടാണ് തകർന്നത്. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ഭിത്തി കുതിർന്ന് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഓടുമേഞ്ഞ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകട സമയത്ത് വിജയൻ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വാർഡ് മെമ്പർ KK ഉമ, വില്ലേജ് അധികൃതർ എന്നിവരും സ്ഥലത്ത് സന്ദർശനം നടത്തി. കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഡ്രൈഡേ ആചരണത്തിന്റെ കയ്പമംഗലം നിയോജക മണ്ഡലതല ഉദ്ഘാടനം എടത്തിരുത്തി അയ്യൻപടി കോളനിയിൽ നടന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, വാർഡംഗങ്ങളായ ബുഷ്ര സലിം, മല്ലിക വാസു, ഹെൽത്ത് സൂപ്പർവൈസർ Y ജമാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് എന്നിവർ പങ്കെടുത്തു. സാധാരണ പനി എന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായി പറയുന്ന കാര്യം, നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് റെസിസ്റ്റൻസ് പവർ കുറയുമ്പോൾ അവരുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പനി ഉണ്ടാവുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ പനി പല രൂപത്തിലുള്ള പനികൾ, അത് വൈറസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പനികളാകുമ്പോൾ സാധാരണ നിലയിൽ വൈറസിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും നമ്മുടെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. വൈറസിൻ്റെ മരുന്നെന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കപ്പെടാത്തതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിലൂടെയും റെസ്റ്റ് എടുത്തുകൊണ്ടും അതിൻ്റെ ഭാഗമായി വരുന്ന മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ വൈറസ് അടിസ്ഥാനത്തിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ചികിത്സിക്കുന്നത്. ഇവിടെ ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഡെങ്കു പനി തുടങ്ങിയിട്ടുള്ള മാരകമായ പനികൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല. എനിക്ക് 90-ന് ശേഷമാണ് കേരളത്തിൽ ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങൾ വന്നത്. 2008 വ്യാപകമായിട്ട് ചിക്കൻ ഗുനിയ ഉണ്ടായി, ഡെങ്കു ഫീവർ ഉണ്ടായി, 100 ആളുകൾ മരണപ്പെട്ടു. താന്യം യുവജന കലാവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി. അന്തിക്കാട് SI പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമുള്ളതിനേക്കാൾ കൂടുതൽ ദോഷവശം കൂടി. നമ്മളൊക്കെ മൂല്യാധിഷ്ഠിത അഥവാ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികൾക്കുള്ള നല്ല മൂല്യങ്ങൾ അവർ വളർന്നതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതായി അവര് യൗവനത്തിൽ എത്തുന്ന സമയത്ത് എത്രമാത്രം മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ അധ്യക്ഷയായി. ഷിഹാബ് പൂവാമ്പറമ്പിൽ, ഡോക്ടർ ഷമീർ പൂവാമ്പറമ്പിൽ, ശോഭ രാജീവ്, രതി അനിൽകുമാർ, PR സുരേന്ദ്രനാഥ്, TK പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരിഞ്ഞനം സൗത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും പഠനോപകരണങ്ങളും വിതരണം നടത്തി. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് വേട്ടുവ സഭ സംസ്ഥാന സെക്രട്ടറി TS ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും പ്രയാസത്തിലൂടെയാണ് കേരളത്തിലെ വേട്ടുവ സമൂഹം അല്ലെങ്കിൽ പട്ടികജാതി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തോളം വരുന്ന 30 ലക്ഷത്തിൽ 3 ലക്ഷത്തോളം വരുന്ന പട്ടികജാതി 30 ലക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഇടയിൽ കേവലം 3 ലക്ഷത്തിൽ താഴെ വരുന്ന വേട്ടുവ സമുദായത്തിന് അതിൻ്റെതായ ചില
പരിമിതികളുണ്ട്. ചില കാര്യങ്ങൾ തുറന്നു പറയാനും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് തുറന്നു പറയാനൊക്കെ കുറെ പരിമിതികളുണ്ട്. സ്വാഭാവികമായും പറയുമ്പോൾ നമ്മളെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ തന്നെ നമ്മൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു നമ്മൾക്കെതിരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്ന വിഷയങ്ങളായാലും അല്ലെങ്കിൽ സംവരണ തലത്തിൽ നിൽക്കുന്ന വിഷയങ്ങളായാലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാനോ ഭരണതലത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാനോ ഉദ്യോഗസ്ഥ തലത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാനോ. ശാഖാ പ്രസിഡന്റ് ടി.വി. വിജയൻ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ സുധാകരൻ മണപ്പാട്ട്, ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത്, താലൂക്ക് പ്രസിഡന്റ് കെ വേലായുധൻ, സെക്രട്ടറി കെ.ടി. ഉണ്ണികൃഷ്ണൻ, യു.ആർ. പ്രകാശൻ, പി.സി. സത്യൻ, പി.വി. ഉണ്ണികൃഷ്ണൻ, ടി.സി. സുബ്രഹ്മണ്യൻ, ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിജോ വാഗപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിജു കൊമ്പൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുസദ്യ എന്നിവ നടന്നു. ഇനിയൊരു ഇടവേള.